നിങ്ങളുടെ എക്സിനെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടോ? അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയണോ? ഇതൊരു ടോക്സിക് പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരെ വേണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും അവരുടെ മെസ്സേജ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവർ എക്സൈറ്റഡ് ആകരുത് ഒരിക്കലും. ഈ ഒരു റിലേഷൻ എൻഡ് ചെയ്തത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ സിറ്റുവേഷനിലാണ്. ഇത് ആദ്യമായി സംഭവിക്കുന്നതല്ല, പക്ഷേ ഇത്തവണ ഇത് വല്ലാത്തൊരവസ്ഥയിൽ നിങ്ങളെ കൊണ്ട് എത്തിച്ചു. ഈ 2 ഓഫ് കപ്സ് കാണിക്കുന്നത് ഈ റിലേഷനിൽ സ്നേഹമുണ്ടെന്നുള്ളതാണ്. ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുമായി വന്ന് സ്നേഹത്തിലാകും. അതിനുശേഷം ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അവരോട് വല്ലാത്ത ഇൻറ്റിമസി ആകും. അപ്പോൾ നിങ്ങൾ മാരേജിനെ കുറിച്ചും മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ട്രിഗർ ചെയ്യും. അവർ ഈ ബന്ധത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ നോക്കും. അവർ എക്സ്ക്യൂസസ് കണ്ടെത്തുകയും നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. ആ വ്യക്തിയുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന എന്തൊക്കെയാണെന്ന് മനസ്സിലായാൽ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ നിങ്ങൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. അവർക്ക് ഈ കണക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ അവരുടെ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം നഷ്ടപ്പെടുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവരുടെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ അവരുമായി അടുക്കുമ്പോൾ അവരുടെ ഒരു ഫ്രീഡം നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. അപ്പോൾ അവർ നിങ്ങളിൽ നിന്നും അകലാൻ തുടങ്ങും. പക്ഷേ അവരുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ ചേസ് ചെയ്യണം. നിങ്ങളായിട്ട് ഒരിക്കലും അവരെ ഉപേക്ഷിക്കാൻ പാടില്ല. ഇനി നിങ്ങൾ അവരെ ചേസ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ചിന്തിക്കും നിങ്ങൾ അവരെ വിട്ടിട്ട് പോവുകയാണെന്ന്. അത് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുമില്ല. ഇതിപ്പോൾ അവരെ നല്ലതെന്നോ ചീത്തയെന്നോ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. കാരണം ഇത് അവരുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ കൊണ്ട് അവരെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണിത്. എന്ത് തന്നെയാണേലും ഈ വ്യക്തി നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. ഇതൊരു നാർസിസ്റ്റ് പേഴ്സൺ ഒന്നുമല്ല. അവർ നിങ്ങളിൽ നിന്ന് അകലാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുമായിട്ട് നിങ്ങൾ ഒരുപാട് ഇൻറ്റിമേറ്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾ അവരോട് കമ്മിറ്റ്മെൻറ്റ് ആവശ്യപ്പെട്ടത് കൊണ്ടാകാം, ഈ ഒരു ബന്ധം ആവശ്യപ്പെട്ടത് കൊണ്ടുമാകാം അവർ ഈ നിങ്ങളിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നത്. ഈ ഒരു ബന്ധം ഒരു സീരിയസ് അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ വ്യക്തിക്ക് ഒട്ടും തന്നെ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ്. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അവർ നിങ്ങളോട് എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ പേഴ്സൺ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അവരെ വേണ്ട എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമാണല്ലോ ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരെ ആവശ്യമില്ല, നിങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇങ്ങനെയൊക്കെയാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ചാരിയോട്ട് കാർഡിൽ കാണുന്ന ഈ 2 കളേഴ്സ് ഉണ്ടല്ലോ, ഒരു ബ്ലാക്കും ഒരു വൈറ്റും, അത് 2 ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്സിനെയാണ് കാണിക്കുന്നത്. ഒന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുള്ള അവരുടെ ഒരു തോട്ട്, മറ്റൊന്നോ നിങ്ങളുടെ റിജക്ഷൻ. അതിനെക്കുറിച്ച് അവർക്ക് നല്ല ഭയമുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു റിജക്ഷൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഞാൻ പോകണോ വേണ്ടയോ അങ്ങനെയുള്ള കൺഫ്യൂഷനിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ഈ 9 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായി. അവർ നിങ്ങളുമായി ഒരു കണക്ഷൻ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയായാലും അവർ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി എന്തു തന്നെയായാലും നിങ്ങളുടെ അടുത്തേക്ക് ഉറപ്പായും വരും. അവർക്ക് മനസ്സിലായി നിങ്ങൾക്ക് അവരെ ആവശ്യമില്ല എന്നുള്ളത്. അവരില്ലാതെ നിങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നും അവർക്ക് മനസ്സിലായി. പക്ഷേ ഇതിനൊക്കെ ഒരു കാരണം മെയിനായിട്ടും അവർ തന്നെയാട്ടോ. കാരണം ഈ ബന്ധം സീരിയസ് ആകുന്നു എന്ന് തോന്നിയപ്പോൾ അവരാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്തു പോയത്. അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ അവരൊരു നല്ല പേഴ്സൺ അല്ല എന്നുള്ള ഫീലൊക്കെ അവർക്കുണ്ട്. ഇതാണ് അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇനി ഈ പേഴ്സൺ തിരിച്ചു വന്നാൽ പോലും ഈ അവോയ്ഡൻസ് ഒഴിവാക്കാനുള്ളൊരു വഴി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലാകൂ നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ മാത്രമേ അവർ തിരികെ വരൂ. ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ചേസ് ചെയ്ത് പോവുകയാണെങ്കിൽ അവർ വീണ്ടും നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. ഇനി നിങ്ങൾ അവരെ ചേസ് ചെയ്യാതിരിക്കുമ്പോഴോ അവർക്ക് മനസ്സിലാക്കും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ അവർ നിങ്ങളെ ആഗ്രഹിക്കാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ ജോബ്, ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് ഇതിലൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ചേസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അവർ നിങ്ങളെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് നിർത്താൻ തുടങ്ങും.
ഇനി അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരികയാണെങ്കിലോ, നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറിയിൽ നിന്ന് അവരോട് പറയുക, ഇങ്ങനത്തെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ റിലേഷൻ എനിക്ക് താല്പര്യമില്ല, കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു റിലേഷൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതർവൈസ് നിങ്ങൾക്ക് പോവാം. അതായിരിക്കണം നിങ്ങളുടെ ഒരു ഡിസിഷൻ. നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇത് തന്നെയാണ്. ഇങ്ങനെയുള്ള റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്ത് നശിപ്പിക്കത്തേ ഉള്ളൂ, നിങ്ങളെ മൊത്തത്തിൽ നശിപ്പിക്കും. ഇതൊക്കെ നിങ്ങൾ ലോങ് ടേം സഫർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നശിക്കും, നിങ്ങൾക്ക് ഓരോ അസുഖങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ ലൈഫിനെ തന്നെ വളരെയധികം മോശമായിട്ട് അത് ബാധിക്കും. അതുകൊണ്ട് തന്നെയുള്ള ഇങ്ങനെയുള്ള പേഴ്സണുമായിട്ട് നിങ്ങൾ എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം.